നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. വി ഡി സതീശൻ്റെ പുതുയുഗ യാത്ര കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് വിസ്മയങ്ങൾ കാണാനിരിക്കുന്നുവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ഘട്ടത്തിലായി പല വിസ്മയങ്ങൾ ഇതിനോടകം നമ്മൾ കണ്ടു. കൊട്ടാരക്കരയിൽ തന്നെ ഐഷ പോറ്റിയുടെ ആ ഒരു ചൂടുമാറ്റം അത് ഏവരെയും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. അത്തരത്തിൽ പലതരത്തിലുള്ള ചൂടുമാറ്റങ്ങൾ ഇനി കാണാം. കഴിഞ്ഞ ദിവസം പി കെ ശശിയുടെ കാര്യത്തിൽ ഒരു വിസ്മയം സംഭവിക്കാനിരിക്കുന്നുവെന്ന സൂചനകളൊക്കെ തന്നെ വന്നിരുന്നു, KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ. എന്നാൽ വിസ്മയം ഇപ്പോൾ BJP-യിൽ സംഭവിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ NDAയുടെ ഭാഗമായ വാർത്ത നമ്മൾ കണ്ടിരുന്നു. അതും കോൺഗ്രസിനെ സംബന്ധിച്ച് ചെറിയൊരു ക്ഷീണം ഉണ്ടാക്കിയ വിഷയമായിരുന്നു. ഇന്നിപ്പോൾ ഇതാ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവും അതുപോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രശ്മി ഇപ്പോൾ BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിസ്മയം BJP-യും സ്വന്തമാക്കുകയാണോ? PK ശശി എന്ന വിസ്മയം എന്തുകൊണ്ട് നന്നായിരിക്കുന്നത്? കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു അഭാവം കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്നുണ്ട്. ആ ഭാഗം ഫില്ല് ചെയ്യാൻ PK ശശി എത്രയും പെട്ടെന്ന് സതീശൻ എത്തിക്കേണ്ടതുണ്ട്. കാരണം അതാണ് ഏറ്റവും നമ്പർ 1 വിസ്മയം. ഐഷ പോറ്റിയുടെ കാര്യത്തിൽ വിസ്മയം ഒരുക്കി എന്ന് കോൺഗ്രസ് പറയുമ്പോൾ മറുവശത്ത് വലിയ പൊട്ടിത്തെറിയല്ലേ ഇന്ന് കണ്ടത്. രശ്മി കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചേക്കേറിയിരിക്കുന്നു. രശ്മി അത്ര ചെറിയ നേതാവല്ല. കഴിഞ്ഞ കുറേ കാലമായി വലിയ കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബങ്ങളുമായി വലിയ ബന്ധമുള്ള കൊട്ടാരക്കരയിലെ തലയെടുപ്പുള്ളൊരു നേതാവ് തന്നെയാണ് രശ്മി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. വളരെ സത്യസന്ധതയോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രശ്മി ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടു. അപ്പോൾ രശ്മി പാർട്ടിക്ക് മുന്നിൽ 2 ഉപാധികൾ വെച്ചു. ഐഷ പോറ്റി നിങ്ങൾ എടുത്തു, പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഞാൻ വലിയ സാമ്പത്തിക കടബാധ്യതയിൽ നിൽക്കുകയാണ്. ആ കടബാധ്യത പാർട്ടി ഏറ്റെടുക്കണം. 2, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു സഹായം, അതുകൊണ്ടൊരു സ്ഥാനം ബോർഡോ കോർപ്പറേഷനോ ഒക്കെ നൽകണം. ഈ ഒരു ഡിമാൻഡ് രശ്മി മുന്നോട്ട് വയ്ക്കുന്നു. എന്നാൽ ഇതിനോടൊക്കെ കോൺഗ്രസ് പാർട്ടി മുഖം തിരിച്ച്. കാരണം ഐഷ പോറ്റിക്ക് രശ്മിയോട് നേരിട്ട് വല്ലാത്തൊരു പകയുണ്ട്. ഐഷ പോറ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലഗോപാലിന് സീറ്റ് കൊടുത്തതിന് തൊട്ടു പിന്നാലെ ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഒരു നേതാവാണ്. 10-15 വർഷത്തോളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ, 4-5 വർഷം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ, അതിനുശേഷം 15 വർഷം കൊട്ടാരക്കര MLA സ്ഥാനത്തിരുന്ന ഐഷ പോറ്റി ഒരുപക്ഷെ മന്ത്രിയായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ മേഖലയിൽ CPM-ൻ്റെ ഒരു മുഖമായിരുന്നു. ഒരുപാട് CPM പ്രവർത്തകരുടെ വിയർപ്പിൻ്റെ വിലയാണ് ഐഷ പോറ്റിയുടെ ഈ സ്ഥാനമാനങ്ങൾ. ഐഷ പോറ്റി പാർട്ടി ചില തീരുമാനങ്ങളെടുത്തു, നയപരമായ നിലപാടുകളെടുത്തു. അതിൻ്റെ ഭാഗമായിരുന്നു 2 തവണയിൽ കൂടുതൽ തുടർച്ചയായി മത്സരിച്ച MLA-മാരെ മത്സരത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്. അങ്ങനെ ബാലഗോപാലിന് സീറ്റ് കിട്ടി. ബാലഗോപാൽ ഇക്കുറി മത്സരിച്ച് ജയിക്കുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ ഐഷ പോറ്റിയെ സംബന്ധിച്ച് ഐഷ പോറ്റി തികച്ചും ഒരു അവസരവാദി എന്നതുപോലെ നേരെ കോൺഗ്രസിലേക്ക് ചേക്കേറി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ ഒരു ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം, തിരുവനന്തപുരത്ത് വെച്ചൊരു ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉണ്ടായിരുന്നു. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വിജയ ആഹ്ലാദം നിലനിൽക്കവെയാണ്. ആ വേദിയിലേക്ക് ഐഷ പോറ്റി കടന്നു വന്നപ്പോൾ CPM ഞെട്ടി എന്നൊക്കെയാണ് അന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിൽ വായിച്ചത്. പിന്നീട് ചില മധ്യസ്ഥർ ഇടപെട്ട് ഐഷ പോറ്റിയെ പിണറായി വിജയൻ്റെ അടുക്കൽ വരെ എത്തിച്ചു. അപ്പോൾ ഐഷ പോറ്റി ഒരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചു, ദേവസ്വം ബോർഡ് അധ്യക്ഷയാക്കണമെന്ന്. അപ്പോൾ ഇക്കുറി ഐഷ പോറ്റിക്ക് നറുക്ക് വീണേനെ എന്നാണ് പൊതുവെ കേട്ടത്. എന്നാൽ അപ്രതീക്ഷിതമായി ശബരിമല കൊള്ളയുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നു, സർക്കാർ വെട്ടിലാകുന്നു. അവിടെ ഒരു രാഷ്ട്രീയ പോസ്റ്റിംഗ് നടക്കില്ല എന്ന നിലയിലെത്തി. അങ്ങനെയാണ് ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കിയത്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ജയകുമാർ കൂടി വന്നത്, ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ചാർജ് എടുത്തതോടെ വല്ലാത്ത ഒരു കലിപ്പിലായി ഐഷ പോറ്റി. ഇക്കുറി സീറ്റ് കൂടി ലഭിക്കുന്നു എന്ന ഓഫർ മുന്നിലുള്ളപ്പോൾ ഐഷ പോറ്റി രണ്ടാമതൊന്നും ആലോചിച്ചില്ല, നേരെ UDF-ൻ്റെ ഭാഗമാകുന്നു. കോൺഗ്രസ് അംഗത്വമെടുത്ത് നേരെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു. ഒരു UDF സ്വതന്ത്രയായി കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ ഒരുങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഐഷ പോറ്റിയെ UDF-ൽ എത്തിച്ചത് ഒരു വിജയമാണോ അല്ലയോ എന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് വിധി എഴുതാം. പക്ഷേ ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തളർത്തുന്ന ഒരു നടപടിയാണ്. കൊട്ടാരക്കരയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചീറ്റിപ്പോയ ഇത്തരം വിസ്മയങ്ങളാണ് നമ്മൾ കാണുന്നത്. സതീശൻ പുതുയുഗ യാത്ര ആരംഭിച്ചപ്പോൾ കേരളത്തോട് പറഞ്ഞ ചില പ്രഖ്യാപനങ്ങളുണ്ട്. വലിയ വിസ്മയങ്ങൾ നിങ്ങൾക്ക് ഈ യാത്രയിൽ ഉടനീളം കാണാൻ കഴിയും. യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ചില വിസ്മയങ്ങളുണ്ടാകുമെന്ന്. അതിന് പിന്നാലെ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി നടത്തിയ UDF-ൻ്റെ ചർച്ചകളൊക്കെ പുറത്തു വന്നു. കോൺഗ്രസ് ജോസ് കെ മാണിയെ വളച്ചെടുക്കുന്നു എന്ന തലത്തിൽ നിരവധി റിപ്പോർട്ടുകൾ വന്നു.
അതൊരു വലിയ വിസ്മയമായേനെ. ഒരു പക്ഷേ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ LDFിൽ നിന്ന് അടർത്തിയെടുത്ത് UDFിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ ക്ഷീണമുണ്ടാക്കും, UDFിനെ സംബന്ധിച്ച് വലിയ വിസ്മയം ആയി മാറിയേനെ. എന്നാൽ ജോസ് കെ മാണി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ജോസ് കെ മാണിക്ക് പകരം കിട്ടിയതോ തിരുവനന്തപുരത്തുള്ള കാട്ടാക്കട പ്രേംകുമാർ, ചേർത്തലയുള്ള ചേർത്തല ജയൻ, പിന്നെ മലമ്പുഴയിലെ സുരേഷിനെ ഇപ്പോൾ വലിയ ഒരു തലത്തിൽ ഇവർ കോൺഗ്രസ്സുകാർ ഉയർത്തിക്കാട്ടുകയാണ്. പണ്ട് VSന്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി സുരേഷ് പ്രവർത്തിച്ചപ്പോഴൊന്നും ഇത്രമാത്രം സുരേഷിനെ അവർ പുകഴ്ത്തി നമ്മൾ കണ്ടില്ല. അന്ന് സുരേഷിനെ കുറ്റം പറഞ്ഞ കോൺഗ്രസ് നേതാക്കളൊക്കെ സുരേഷിനെ ഇപ്പോൾ തോളത്തെടുത്ത് വെച്ച് നൃത്തം ചവിട്ടുകയാണ്. നിരവധി കോൺഗ്രസ് നേതാക്കളോട് ഞാൻ ഇക്കാര്യം ചോദിച്ചു. അവർ തിരിച്ചു ചോദിക്കുന്ന ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: മലമ്പുഴ നമ്മളെ സംബന്ധിച്ച് ബാലികേറ മലയാണ്. അവിടെ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പണം നഷ്ടപ്പെടും, കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്ന് സംശയമാണ്. മലമ്പുഴയിൽ BJP വളർന്നു വരും. അപ്പോൾ പിന്നെ സുരേഷ് നിൽക്കട്ടെ, ജയിക്കട്ടെ, ഇതൊരു ഗാംബ്ലിംഗ് അല്ലേ? അപ്പോൾ സുരേഷിനെ ഇറക്കി അവർക്കിടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുക. അപ്പോൾ പല സ്ഥലങ്ങളിലും വിസ്മയം എന്നത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ഒരു ഗെയിം പ്ലാൻ മാത്രമാണ് CPMനെ സംബന്ധിച്ച്. പക്ഷേ ഇവിടെ വല്ലാത്തൊരു വെട്ടിലായിരിക്കുന്നു കോൺഗ്രസ്. സതീശൻ്റെ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ KPCC ആസ്ഥാനത്തെ കോലായിൽ ചിലർ ഇപ്പോൾ പായം വിരിച്ച് കിടപ്പുണ്ട്. അതിലൊന്ന് നമ്മുടെ പ്രേംകുമാറാണ്. പ്രേംകുമാർ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ ഒരു ആവറേജ് നടൻ മാത്രമാണ്. ആ പ്രേംകുമാറിനെ പഴയ SFI പ്രവർത്തകൻ എന്നുള്ള പേരിൽ, അതിനു മുമ്പ് KSUക്കാരനായിരുന്നു എന്ന് പ്രേംകുമാർ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ SFIക്കാരനായിരുന്നു. പിന്നീട് പാർട്ടി തൻ്റെ നെഞ്ചിൽ പേറിയിരുന്നു എന്നൊക്കെയാണ് പ്രേംകുമാർ പറയുന്നത്. ആ പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കി. അത് CPM നൽകിയ വലിയൊരു ഔദാര്യമാണ്. എന്നാൽ പ്രേംകുമാറിൻ്റെ നാക്ക് അത് വലിയ അപകടം ഉണ്ടാക്കി. പ്രേംകുമാറിൻ്റെ നാക്ക് തന്നെയാണ് പ്രേംകുമാറിനെ ചതിച്ചത്. അങ്ങനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു. പ്രേംകുമാറിന് ഒരു സീറ്റ് സ്വപ്നം ശക്തമായിരുന്നു. ഈ ചലച്ചിത്ര അക്കാദമിയിൽ നിന്നിറങ്ങിയാൽ CPM ഒരു സീറ്റൊക്കെ കൊടുത്ത് തന്നെ കൂടുതൽ ഊഷ്മളമായി പാർട്ടിയോട് ചേർത്ത് വയ്ക്കുമെന്നാണ് പ്രേംകുമാർ കരുതിയത്. എന്നാൽ അതിനുള്ള സ്കോപ്പില്ല എന്ന് മാത്രമല്ല, ചലച്ചിത്ര അക്കാദമി ചെയർമാൻഷിപ്പിൽ നിന്ന് തന്നെ പുറത്താക്കി. അത് പ്രേംകുമാറിൻ്റെ ചില ഊള വർത്തമാനങ്ങൾ കാരണമാണ്. ആശാ വർക്കർ സമരം നടന്നപ്പോൾ അന്ന് പത്രക്കാരുടെ അടുക്കൽ ആളാകാൻ നോക്കി വെട്ടിലായതാണ്. അങ്ങനെ പുറത്താക്കപ്പെട്ട പ്രേംകുമാർ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച തുടങ്ങി. അങ്ങനെയാണ് KCയുടെ അടുക്കൽ തനിക്ക് നാടാർ സമുദായത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നും നാടാർ വിഭാഗം താൻ പറയുന്നിടത്ത് വോട്ട് ചെയ്യുമെന്നുമൊക്കെ ഈ പ്രേംകുമാർ തട്ടിവിട്ടത്. അങ്ങനെ പ്രേംകുമാറിനെ കിട്ടിയാൽ കഴക്കൂട്ടം പിടിച്ചെടുക്കാം എന്നുള്ള ഒരു ചിന്ത എങ്ങനെയോ നമ്മുടെ KC വേണുഗോപാലിൽ ശക്തമായി. അങ്ങനെയാണ് പ്രേംകുമാറിൻ്റെ പിന്നാലെ പാഞ്ഞത്. പക്ഷെ അത് സാധാരണ പ്രവർത്തകരെ ഇതൊക്കെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. പ്രേംകുമാറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചേർത്തല ജയൻ്റെ കാര്യത്തിൽ, സുരേഷിൻ്റെ കാര്യത്തിൽ ഒക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കാര്യമായ വിസ്മയങ്ങൾക്ക് പിന്നാലെ പോകാൻ കഴിയാത്ത കോൺഗ്രസും പാർട്ടി നേതാക്കളുമൊക്കെ ഇപ്പോൾ ഇത്തരം വിസ്മയങ്ങൾ എന്ന പേരിൽ CPMൽ നിന്ന് പൊട്ടി വീഴുന്ന സാധനങ്ങൾ പെറുക്കിയെടുക്കാനുള്ള ഓട്ടത്തിലാണ്. അത് വലിയ ക്ഷീണമുണ്ടാക്കുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന്. മറുവശത്ത് കോൺഗ്രസ് എന്തിനാണ് ഇത്തരം ചീളുകളുടെ പിന്നാലെ പായുന്നത്? അവർ വലിയൊരു ലക്ഷ്യബോധത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. വലിയ തരംഗം നിൽക്കുന്നു എന്ന് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ വിശ്വസിക്കുന്നു. സാധാരണ പ്രവർത്തകരുടെ ഒരു വിശ്വാസം പൂർണ്ണമായും ഒരു ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കേണ്ട ജോലിയാണ് പ്രതിപക്ഷ നേതാവും KCയെ പോലുള്ള നേതാക്കളും രമേശ് ചെന്നിത്തലയും ഒക്കെ നിർവഹിക്കേണ്ടത്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന് അധികായന്മാരായ നേതാക്കളുണ്ടായിരുന്നു. നമുക്കറിയാം, കരുണാകരൻ, AK ആൻ്റണി, ഉമ്മൻചാണ്ടി. അവരുടെ കാലഘട്ടത്തിൽ ഇത്തരം ആക്രിപെറുക്കലുകൾ വളരെ കുറവായിരുന്നു. അവർ ഒരുപിടി നേതാക്കളെ വളർത്തിക്കൊണ്ടുവന്നു. നമുക്കറിയാം, ചെറ്റക്കുടിലിൽ നിന്ന് പാർലമെൻ്ററി രംഗത്തേക്ക് അവർ കൂട്ടിക്കൊണ്ടുവന്ന കൊടിക്കുന്നിൽ സുരേഷ്, പിന്നീട് കൊടിക്കുന്നിൽ തൻ്റെ മണ്ഡലം ഒരിക്കലും കൈവിടാതെ സൂക്ഷിച്ചു. അതുപോലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കടന്നു വന്നയാളാണ് രമേശ് ചെന്നിത്തല, VD സതീശൻ. വളരെ സാധാരണക്കാരനായി ജീവിതം തുടങ്ങിയ എത്രയെത്ര നേതാക്കൾ, ഷാഫി പറമ്പലിനെ പോലെ ഉള്ള നിരവധി നേതാക്കൾ. ഇതൊന്നും വലിയ സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന്, സമ്പത്തിൻ്റെ മടിത്തട്ടിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ പെറുക്കിയെടുത്തവരല്ല. സാധാരണ പ്രവർത്തകരായി പാർട്ടിയിൽ വളർന്ന് ഉന്നത സ്ഥാനങ്ങളിലെത്തിയവരാണ്. അവിടെയാണ് ഇന്നത്തെ നേതാക്കൾ ഈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന ഒരു പോളിസിയുമായി ഇറങ്ങിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ തങ്ങൾക്കില്ല എന്നൊരു ഫീല് പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലൊക്കെ കോൺഗ്രസ് നേതൃത്വം വല്ലാത്ത ഒരു അങ്കലാപ്പിലാണ്. കാരണം അവരുടെ മുഖ്യ ഘടകകക്ഷി അവിടെ PJ ജോസഫിൻ്റെ പാർട്ടിയാണ്. ജോസഫ് ഗ്രൂപ്പിന് പല സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികളില്ല.
കഴിഞ്ഞ തവണ മത്സരിച്ച ഏറ്റുമാനൂർ വി എൻ വാസവനെതിരെ ഒരു കടുത്ത സ്ഥാനാർത്ഥിയെ ജോസഫ് ഗ്രൂപ്പിന് നിർത്താൻ കഴിയുന്നില്ല. ആ സീറ്റ് തങ്ങൾക്ക് തിരികെ വേണമെന്ന് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആവശ്യപ്പെടുമ്പോൾ ഒരു പരിധിവരെ അംഗീകരിച്ചു കൊടുക്കാനേ PJ വിഭാഗത്തിന് കഴിയും. പല ഘടകകക്ഷികൾക്കും UDFിലെ ഘടകകക്ഷികൾക്കും ഇതാണ് അവർ നേരിടുന്ന പ്രതിസന്ധി. അപ്പോൾ അതിന് ആക്കം കൂട്ടുന്ന തരത്തിൽ കോൺഗ്രസ് ഇത്തരം നയപരമായ പാളിച്ചകൾ അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ജനിപ്പിച്ചിരിക്കുന്നത്. ഇപ്പം നിലവിൽ രശ്മിയുടെ BJPയിലേക്കുള്ള യാത്ര ഈ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യത അലട്ടുന്നുണ്ട്, മുന്നോട്ട് ജീവിക്കാനുള്ളൊരു പ്രശ്നം, അതുപോലെ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല. BJPയിൽ എന്തായിരിക്കും ആ കൊടുക്കുന്ന വലിയ ഓഫർ? ഈ പറഞ്ഞതുപോലെ അഖിൽമാരാർ BJPയിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് വിസ്മയം സൃഷ്ടിക്കാനായി കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അതിനെ അമ്പെ പരാജയപ്പെടുന്ന ഒരു നീക്കം മറുഭാഗത്ത് BJP നടത്തുന്നു. അതായത് കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുക്കുന്നതാണോ BJPക്ക് നേട്ടമുണ്ടാകാൻ കൂടുതൽ സഹായിക്കുന്നത്? ഈ വിസ്മയം എന്ന വാക്ക് തന്നെ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് ചതുർത്ഥിയാണ് കേൾക്കുന്നത്. കാരണം കുറേ വിസ്മയങ്ങളുടെ പിന്നാലെ പാഞ്ഞൊരു പാർട്ടിയാണ്. ഇപ്പോൾ ഈ സതീശൻ കാണിക്കുന്ന ഈ മണ്ടത്തരം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി BJP തുടർന്നു വരുന്നതാണ് കേരളത്തിൽ. പണ്ട് K. സുരേന്ദ്രനൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വിസ്മയങ്ങളുടെ വലിയ കൂമ്പാരമായിരുന്നു പൊട്ടിച്ച് പുറത്തേക്ക് ഇടുന്നത്. ഏതൊക്കെയായിരുന്നു നമുക്ക് കണ്ടപ്പോൾ എത്രയോ വിസ്മയങ്ങൾ. CK ജാനു അടക്കമുള്ള ചില വിസ്മയങ്ങൾ. അതിനു മുമ്പ് നമ്മുടെ സെൻകുമാർ, ജേക്കബ് തോമസ്, അൽഫോൻസ് കണ്ണന്താനം, E. ശ്രീധരൻ, അങ്ങനെ വിസ്മയങ്ങളുടെ കെട്ടുകാഴ്ചകളായിരുന്നു BJP ഒരുക്കിയത്. പക്ഷെ ഒറ്റ വിസ്മയവും ക്ലിക്ക് ചെയ്തില്ല. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ വിസ്മയം എന്ന പേരിൽ അഖിൽമാരാരെ പോലെയുള്ളവരെ കൊട്ടാരക്കരയിൽ മത്സരിപ്പിക്കാനുള്ള ശ്രമം. പക്ഷെ അത് 2020 സ്ഥാനാർത്ഥിയായിട്ടാണ്. അപ്പോൾ BJPയിലും ഈ മണ്ടത്തരം ധാരാളമുണ്ട്. ഈ വിസ്മയം എന്ന പേരിൽ സെലിബ്രിറ്റികളുടെ പുറകെ പായുന്നത്, മറ്റ് പാർട്ടിയിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നവരെ പെറുക്കിയെടുക്കുന്നത്. പക്ഷേ BJP ഏറെക്കുറെ വിസ്മയത്തിൻ്റെ അർത്ഥശൂന്യത ഇപ്പോൾ മനസ്സിലാക്കി. അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം വിസ്മയങ്ങളൊന്നും കാര്യമായി നമ്മൾ BJP പാളയത്തിൽ നിന്ന് കേൾക്കുന്നില്ല. BJP ഇത്തരം വിസ്മയങ്ങൾക്ക് പിന്നാലെ പാഞ്ഞുവെങ്കിൽ ഒരു കാരണമുണ്ട്. കാരണം അവർ കേരളത്തിലെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ച് തലയെടുപ്പുള്ള കുറേ നേതാക്കളെ തങ്ങളുടെ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു ജനങ്ങളുടെ സ്വീകാര്യത കൂട്ടാൻ ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് അവർ ഇത്തരം നീക്കങ്ങൾ നടത്തിയത്. മറിച്ച് കോൺഗ്രസിന് അത്തരമൊരു ഗതികേടുണ്ടോ? അതാണ് ഏറ്റവും ശക്തമായ ചോദ്യം. കോൺഗ്രസ് എന്തിനാണ് ഇത്തരം ഈ പേട്ട് വിസ്മയങ്ങൾക്ക് പിന്നാലെ പായുന്നത്? അവരൊരു കൃത്യമായ സംവിധാനമല്ലേ? എത്രയോ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ചോരയും വീർപ്പും ഒഴുക്കിയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വിജയം ഏതെങ്കിലും വിസ്മയങ്ങൾ ഒരുക്കിയ കെട്ടുകാഴ്ചയൊന്നുമല്ലല്ലോ. അത് സാധാരണ പ്രവർത്തകരുടെ ഒരു വിജയമല്ലേ, അവരുടെ വിയർപ്പല്ലേ. അന്ന് ജനപ്രതിനിധികളായ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല മികവ് കാട്ടിയ എത്രയോ പ്രാദേശിക നേതാക്കൾ ഈ പാർട്ടിയിലുണ്ട്. അവരെയൊക്കെ എന്തുകൊണ്ട് അവഗണിക്കുന്നു? അപ്പോൾ ഇത്തരം വിസ്മയങ്ങൾക്ക് പിന്നാലെ KC വേണുഗോപാലിനെ പോലെയുള്ളവർ പായുന്നതിന് പിന്നിൽ ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. തങ്ങളുടെ ദയ അതൊന്നുകൊണ്ട് മാത്രം ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയവർ ഈ പാർലമെൻ്ററി പാർട്ടിയിൽ ആർക്കാണ് ഭൂരിപക്ഷം എന്നുള്ള ഒരു ഹൈക്കമാൻഡ് നിരീക്ഷണം വരുമ്പോൾ കൈപോക്കാൻ കുറേയേറെ ആളുകൾ ഇപ്പോൾ തങ്ങൾ തങ്ങൾ പാർട്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നവർ എന്ന ഒരു നന്ദി അവർ കാട്ടുമെന്ന പ്രതീക്ഷ ഇതിന് പുറത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നു. അവരുടെ കണ്ണീരിൽ ഇത്തരം വിസ്മയങ്ങളൊന്നും ഇവിടെ വിജയിക്കില്ല എന്ന് നേതാക്കൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഇത്തരം വിസ്മയങ്ങൾ സംഭവിക്കുമ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ, ഏറെ വർഷമായി പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവർ, അതിപ്പോൾ കോൺഗ്രസ്സിലായിക്കൊള്ളട്ടെ BJPയിലായിക്കൊള്ളട്ടെ, അവർക്കുണ്ടാകുന്ന ഒരു വികാരമുണ്ടല്ലോ, അതൊക്കെ ഈ തിരഞ്ഞെടുപ്പിനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? പ്രത്യേകിച്ചും ഏറെക്കാലമായി പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയിട്ടുള്ള, കഷ്ടപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരെ ഒക്കെ തഴഞ്ഞുകൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് പാർട്ടിയിലേക്ക് ചേക്കേറിയവർക്കായിരിക്കില്ലേ കൂടുതൽ പ്രാധാന്യം ഇവർ കൊടുക്കുന്നത്? അല്ലെ, വിസ്മയത്തിനൊന്നും ഒരു നമ്മൾ നോക്കുമ്പോൾ ഇതൊന്നും ഒരു വിസ്മയമല്ലല്ലോ. എവിടെയൊക്കെയോ കിടന്ന പാഴ്ജന്മങ്ങളെ പെറുക്കിക്കൂട്ടുന്ന, ആക്രി വെറുക്കുന്ന ഒരു പരിപാടിയല്ലേ കോൺഗ്രസ് കാട്ടുന്നത്, ഈ ചില നേതാക്കൾ കാട്ടുന്നത്. കോൺഗ്രസ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഇപ്പോൾ കാട്ടാക്കട പ്രേംകുമാറിനെയും ചേർത്തല ജയനെയും ഒക്കെ എന്തിനാണ്? അവരൊക്കെ പാർട്ടി വേദിയിലേക്ക് വരുന്നെങ്കിൽ വരട്ടെ. അവരുമായി KC പ്രത്യേക സംഭാഷണം നടത്തുന്നു, ചർച്ച നടത്തുന്നു, കഴക്കൂട്ടം സീറ്റ് പ്രേംകുമാറിന് വാഗ്ദാനം ചെയ്യുന്നു. ഐഷ പോറ്റി കൊട്ടാരക്കരയിലേക്ക് വരുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നു. പല സ്ഥലങ്ങളിലും CPMൽ നിന്ന് വന്ന് ഇവിടെ സ്ഥാനാർത്ഥികളാവാനുള്ള ആളുകളുടെ മത്സരം വരുമെന്നൊക്കെയാണ് ഇവരുടെ പ്രതീക്ഷ. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് ഏറ്റവും ദുർബലമായ ഒരു രാഷ്ട്രീയ പ്രകടനമാണ് ഈ വിസ്മയം എന്ന പേരിൽ ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. യഥാർത്ഥ വിസ്മയങ്ങൾ അവർ ഒരുക്കിയിരുന്നു എങ്കിൽ വലിയ കയ്യടി കിട്ടിയാനെ. LDF എന്ന മുന്നണിയെ പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പോലും അവർക്ക് കഴിയുന്നില്ല.
മറുവശത്ത് എന്തിനാണ് ഇത്തരം പേട്ട് വിസ്മയങ്ങൾക്ക് പിന്നാലെ പായുന്നത്? പാർട്ടി അവരുടേതായ ശൈലിയിൽ ശക്തമായി പ്രവർത്തിക്കട്ടെ. ഇപ്പോൾ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾക്ക് നേരെ ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരം അത് അക്ഷരാർത്ഥത്തിൽ CPM-നെയും ഇടതുപക്ഷത്തെയും ഒക്കെ ഞെട്ടിച്ചു. ഇതിനെ ഒരു രാഷ്ട്രീയ പോരാട്ടമായി സതീശൻ കാണട്ടെ, KC കാണട്ടെ, രമേശ് ചെന്നിത്തല കാണട്ടെ. അതല്ലാതെ ചില കുറുക്ക് വഴികളിലൂടെ ജനാധിപത്യത്തിൽ വിജയിക്കാം, തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയെങ്കിലുമൊക്കെ കടന്നുകൂടാം എന്നല്ല അവർ കരുതേണ്ടത്. അവർ ജോലി ചെയ്യട്ടെ. ഇനിയിപ്പോൾ അടുത്ത മാസം തിരുവനന്തപുരത്തേക്ക് എത്തുന്ന VD സതീശൻ്റെ യാത്ര, ഈ യാത്ര അവസാനിക്കുമ്പോൾ ഈ അടർത്തിയെടുക്കലല്ലാതെ യഥാർത്ഥ വിസ്മയം എന്തായിരിക്കും സംഭവിക്കുക അവിടെ? വിസ്മയം ഇനിയും ഉണ്ടാകുമെന്ന സതീശൻ പറയുന്നത്. അത് ഒരുപക്ഷെ ഇനി CPM-ൽ നിന്ന് ആരെങ്കിലുമൊക്കെ കോൺഗ്രസ് വേദിയിലേക്ക് കടന്നു വരുമെന്ന പ്രതീക്ഷയാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ഇനി അടർത്തിയെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. CPM, CPI എന്തായാലും CPM-നെ വിട്ട് മാറത്തില്ല. കാരണം CPM-നെ വിട്ട് പിരിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു അസ്തിത്വവുമില്ല, അവരുടെ വോട്ട് ബാങ്ക് പോലുമില്ല. അത്ര എളുപ്പമല്ല ഇനിയൊരു വിസ്മയത്തിന്. പകരം ഒരു രാഷ്ട്രീയ പ്രകടനമാകട്ടെ, രാഷ്ട്രീയ വെല്ലുവിളിക്കുള്ള ഒരു അവസരം ആക്കി ഇതിനെ മാറ്റട്ടെ. ഒരു UDF തരംഗമുണ്ടെന്ന് വ്യക്തമാണ്, ഭരണവിരുദ്ധതയുണ്ട് എന്നതും വ്യക്തമാണ്. ആ രാഷ്ട്രീയം തന്നെ ആവട്ടെ UDF-ൻ്റെ ഏറ്റവും വലിയ ഒരു പ്രേരക ശക്തി. അതല്ലാതെ ഇമാതിരി പേട്ട് പ്രവർത്തനങ്ങൾ ആവാതെ കുറച്ചുകൂടി രാഷ്ട്രീയം അവർ കാണട്ടെ. ഇപ്പോൾ നമുക്ക് ഈ വേദികൾ കാണാൻ കഴിയുന്ന ആ തിക്കും തിരക്കും, ഷാഫി പറമ്പിൽ പറഞ്ഞ തിക്കും തിരക്കും, അതൊക്കെ തന്നെ അത് മലബാറിലും വടക്കൻ മലബാറിലും ഉണ്ടായിരുന്നുള്ളൂ. മധ്യ കേരളത്തിലെത്തിയപ്പോൾ ഒട്ടും തിക്കും തിരക്കുമില്ല. ഇപ്പോൾ ഇതൊക്കെ ഒരു വോട്ടിലേക്ക് നയിക്കുന്ന ഒരു വലിയ സൂചകമാണെന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്, അവകാശപ്പെട്ടിരിക്കുന്നത്. അത് എത്രത്തോളം വടക്കൻ മലബാറിൽ വലിയ ഒഴുക്കുണ്ട്. അതിൻ്റെ ആ ഒഴുക്ക് അത്ര നിസ്സാരമല്ല. നമ്മൾ കണ്ടു കുറ്റ്യാടിയിൽ, ബാലുശ്ശേരിയിൽ, കോഴിക്കോട് ജില്ലയുടെ അതിർത്തി കടന്നപ്പോൾ മുതൽ മലപ്പുറത്ത്, കണ്ണൂർ വരെ സതീശൻ്റെ യാത്ര ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. ആ വടക്കൻ മലബാറിലെ യാത്ര അതൊരു മുസ്ലിം സമുദായത്തിൻ്റെ ഏകോപനമാണ്, നമ്മൾ അംഗീകരിച്ചേ തീരും. പക്ഷേ ആ മുസ്ലിം സമുദായം അവിടെ കൂടുതൽ കരുത്ത് കാട്ടുമ്പോൾ, മുസ്ലിം ലീഗ് കൂടുതൽ അപ്രമാദിത്വം ഈ UDF-നുള്ളിൽ കൈവരിക്കുമ്പോൾ അത് മറ്റൊരു അപകടത്തിൻ്റെ സൂചന കൂടിയാണ്. മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് ഇക്കുറി എങ്ങനെയാവും? പിന്നീട് ഒരു ഹൈന്ദവ സമുദായത്തിൻ്റെ വോട്ടുകൾ ഏതെങ്കിലും തലത്തിൽ UDF-ൽ നിന്ന് ചോർന്നു പോകുമോ? അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള വിസ്മയങ്ങൾ എന്താകും എന്നുള്ളതാണ് ആകാംക്ഷയോടുകൂടി നോക്കുന്നത്. ഓരോ ദിവസവും പലതരത്തിലുള്ള വിസ്മയങ്ങൾ സംഭവിക്കുന്നു, ചിലതൊക്കെ തിരിച്ചടിയായി മാറുന്നുമുണ്ട്. എന്നിരുന്നാലും തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഗിമ്മിക്കുകൾ ഇനിയും ഒരുപാട് കാണാം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നന്ദി, നമസ്കാരം.